ചോദ്യങ്ങളിലൂടെ പഠിക്കാം, ഉത്തരങ്ങളിലൂടെ ലോകമറിയാമെന്ന സന്ദേശവുമായി യുവതലമുറയിൽ ശാസ്ത്ര അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ യുവജന ക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം വഴി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സംസ്ഥാനതല ക്വിസ് മത്സരത്തിന് മുന്നോടിയായി നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഉദുമ നിയോജകമണ്ഡലത്തിലെ സ്കൂൾ തല മത്സരത്തിൽ നിന്നും വിജയിച്ച 28 സ്കൂളുകളിൽ നിന്നായി 56 വിദ്യാർത്ഥികൾ പങ്കെടുത്ത് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം യുവജന ക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ എ.വി. ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മറ്റു ചെലവുകളെല്ലാം സംസ്ഥാന സർക്കാർ വഹിക്കുകയും ഒപ്പം സംസ്ഥാന തലത്തിൽ ഒരു ക്വിസ് മത്സരത്തിന് കൊടുക്കാത്ത അത്രത്തോളം വലിയൊരു പ്രൈസ് മണി 1 ലക്ഷം രൂപയാണ് സംസ്ഥാനതല വിജയികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഈ ഒരു ശാസ്ത്ര ക്വിസിന്റെ ഭാഗമായി 1ാം സമ്മാനത്തിന് വേണ്ടി നീക്കിവെച്ചത്. 2ാം സമ്മാനം അങ്ങനെ 50,000 രൂപയാണ്. ബാക്കി പ്രോത്സാഹന സമ്മാനങ്ങൾ ഉൾപ്പെടെ സവിശേഷകരമായ സാക്ഷ്യപത്രം ഉൾപ്പെടെ സർക്കാർ വിഭാവനം ചെയ്യുന്ന കേരളത്തിലെ അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ക്വിസായി ഈ ശാസ്ത്ര ക്വിസ് മാറിയെന്നതാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഹൈലൈറ്റായി ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ സംസ്ഥാനത്തെ യുവതി യുവാക്കളുടെ ക്ഷേമത്തിന് ഉന്നമനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ യുവജന ക്ഷേമ ബോർഡ് വഴി വൈവിധ്യമാർന്ന ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് വരികയാണ്. അതിലെടുത്തു പറയേണ്ട മറ്റൊന്നാണ് കുട്ടികൾക്ക് വേണ്ടി, യുവതികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന കേരളോത്സവം എന്ന് പറയുന്നത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ പി. സുമതി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ എം. വിശ്വംഭരൻ, യുവജന ക്ഷേമ ബോർഡ് ജീവനക്കാരി ഹരിത നാലപ്പാടം എന്നിവർ സംസാരിച്ചു. യുവജന ക്ഷേമ ബോർഡ് ബ്ലോക്ക് കോർഡിനേറ്റർ ഇ. കെ. ശ്രീരൂപ് സ്വാഗതം പറഞ്ഞു. സ്കൂൾ SRG കോർഡിനേറ്റർ പി. രാജീവൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. മേഖലാതല മത്സരത്തിൽ തച്ചങ്ങാട് സ്കൂളിലെ N. വൈഷ്ണവി, കെ. പൃഥ്വിരാജ് എന്നിവർ 1ാം സ്ഥാനവും അമ്പലത്തറ സ്കൂളിലെ M. അഭിരാജ്, പി. ശിവശ്രീ എന്നിവർ 2ാം സ്ഥാനവും നേടി. മേഖലാതല മത്സരത്തിൽ വിജയികളാകുന്നവർ ജില്ലാ, സംസ്ഥാന തലം തുടങ്ങി മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. സംസ്ഥാനതല വിജയികൾക്ക് 1 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 1/2 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും സമ്മാനമായി ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.